നമസ്കാരം. മഹാഭാരതത്തിൽ ഭീമൻ ജരാസന്ധനെ കൊന്നത് 14 ദിവസം നീണ്ടുനിന്ന ശക്തമായ മല്ലയുദ്ധം നടത്തിയാണ്. ഭീമൻ ജരാസന്ധന്റെ ശരീരം പലതവണ പിളർന്നെങ്കിലും അത് വീണ്ടും ഒട്ടിച്ചേരുകയായിരുന്നു. ഇത് കണ്ട ശ്രീകൃഷ്ണൻ ഒരു പുൽക്കൊടിയെടുത്ത് നെടുക പിളർന്ന 2 ഭാഗങ്ങളും എതിർദിശകളിലേക്ക് എറിഞ്ഞു കാണിച്ചു. ആ സൂചന മനസ്സിലാക്കിയ ഭീമൻ ജരാസന്ധന്റെ ശരീരഭാഗങ്ങൾ വീണ്ടും ഒട്ടാതിരിക്കാൻ വലത്തോട്ടുള്ള ഭാഗം ഇടത്തോട്ടും ഇടത്തോട്ടുള്ള ഭാഗം വലത്തോട്ടുമായി മാറ്റിയെറിഞ്ഞു. ഇതോടെ ജരാസന്ധന്റെ അണ്ണാക്കിലടിച്ചു എന്നാണ് കഥ. മഗധയിലെ രാജാവായിരുന്ന ജരാസന്ധനെ സാധാരണ രീതിയിൽ വധിക്കാൻ കഴിയില്ലായിരുന്നു. കാരണം ജനിച്ചപ്പോൾ 2 കഷണങ്ങളായിരുന്നു അവൻ്റെ ശരീരം. ജര എന്ന രാക്ഷസിയാണ് ഒട്ടിച്ചു ചേർത്തത്. എന്തിനാണ് ഈ കഥ ഇപ്പോൾ ഇവിടെ ഓർത്തത് എന്നല്ലേ? ജരയും നരയും ബാധിച്ച ഒരു സിദ്ധാന്തമുണ്ട് നമ്മുടെ നാട്ടിൽ. കമ്മ്യൂണിസം എന്നാണ് ആ വിചിത്ര ശിശുവിൻ്റെ പേര്. ജനിച്ച് അധികകാലം കഴിയുന്നതിന് മുമ്പ് തന്നെ അത് 2ആയി പിളർക്കപ്പെട്ടു. ഈ 2 സാധനങ്ങളും കൂടിച്ചേർന്ന് പിന്നീട് അത് ഇടതുപക്ഷമായി മാറി. കഴിഞ്ഞ 10 വർഷത്തെ തുടർച്ചയായ നശീകരണ പ്രവണത കൊണ്ട് ജനം അതിനെ വലിച്ചു കീറി 2 ദിക്കിലേക്കും എറിഞ്ഞു കളഞ്ഞു. തമ്മിൽ ഒട്ടിച്ചേരാതിരിക്കാൻ CPI-എമ്മിനെ വലത്തോട്ടും CPI-യെ ഇടത്തോട്ടുമാണ് എറിഞ്ഞത്. ഇനി പരസ്പരം കൂടിച്ചേരാൻ കഴിയാത്ത തരത്തിൽ രണ്ടും കിടന്ന് പിടപിടയ്ക്കുകയാണ്. ജനം വാരി വലിച്ച് നിലത്തടിച്ചിട്ടും ഇത് രണ്ടും കൂടി കിടന്ന് ഇപ്പോഴും ശണ്ട തുടരുകയാണ്. സതീശൻ സർക്കാർ ഭരണമേറ്റതിൻ്റെ 100-ാം ദിവസമായപ്പോഴേക്കും ഇടതന്മാരും ഇടതിലെ വലതന്മാരും തമ്മിൽ അടിയോടടി. സതീശൻ സർക്കാരിൻ്റെ 100 ദിന കർമ്മപരിപാടിക്കിടയിൽ ഈ 2 പാർട്ടികളുടെയും കർമ്മം കൂടി ചെയ്യേണ്ട അവസ്ഥയാണ്. പ്രതിപക്ഷത്ത് ഊർധം വലിച്ചു കിടക്കുമ്പോഴും എങ്ങനെയും പിടിച്ചു നിൽക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ് CPM. കഴിഞ്ഞ 100 ദിവസവും കമ്മികൾ കരച്ചിലോട് കരച്ചിലായിരുന്നു. അവരുടെ കണ്ണീരെല്ലാം ഒരു പുഴയായി അങ്ങ് തെക്കോട്ട് ഒഴുകുകയാണ്. പിച്ചും പേയും പറയുന്നതാണ് ഇവരുടെ പ്രധാന പരിപാടി ഇപ്പോൾ. എന്തായാലും തിരുവോണം കഴിഞ്ഞതോടെ വിലക്കയറ്റത്തിൽ നിന്നും അവർ പിടിവിടുന്ന ലക്ഷണമുണ്ട്. സർക്കാർ ഏജൻസികളിൽ നിന്നും സാധനം വാങ്ങാനിറങ്ങിയ ലക്ഷക്കണക്കിന് ആളുകൾക്ക് കമ്മികൾ പടച്ചുകൂട്ടിയ കള്ളക്കഥകൾ തെറ്റാണെന്ന് ബോധ്യമായി. ജനം നേരിട്ട് അനുഭവിച്ചറിയുന്ന ഒരു സത്യത്തെ ഒരു പ്രതിപക്ഷത്തിനും കള്ളപ്രചാര വേലകൾ കൊണ്ട് തടഞ്ഞു നിർത്താനേ കഴിയില്ല. ഇപ്പോഴും ഇടതുപക്ഷം അഥവാ CPM മനസ്സിലാക്കാത്ത ഒരു നഗ്ന സത്യമുണ്ട്. നിങ്ങളുടെ സൈബർ പോരാളികൾ എത്ര കിടന്ന് പോരി വിളിച്ചാലും ജനം യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുന്നവരാണ്. ജനത്തിൻ്റെ ബുദ്ധിയെ പരിഹസിക്കാനും അവരുടെ ചിന്തയെ ചൊറിയാനും ചെല്ലുന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു പരാജയ കാരണം. പിണറായി വിജയൻ ഭരണം ഒഴിഞ്ഞതോടെ കേരളം നിത്യാന്ധകാരത്തിൽപ്പെട്ടെന്നും ഇല്ലായ്മകളിൽ വലയുകയാണെന്നും ജനത്തിന് സങ്കടം ഒഴിയുന്നില്ലെന്നും കാണിച്ചുകൊണ്ട് MV ഗോവിന്ദൻ ഫേസ്ബുക്ക് പേജിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അതൊന്ന് കാണണം. നെറുകേടിൻ്റെ 100 നാളുകൾ എന്ന പേരിലാണ് വീഡിയോ. ഒരു ദശാബ്ദക്കാലത്തെ ജനകീയ മുന്നേറ്റത്തെ 3 മാസം കൊണ്ട് നിശ്ചലമാക്കിയെന്നാണ് ആ വീഡിയോ നമ്മോട് പറയുന്നത്. ക്ഷേമ പെൻഷൻ ഇനി വീടുകളിൽ എത്തിക്കുന്ന പരിപാടിയിൽ നിന്നും സഹകരണ സംഘത്തെ ഒഴിവാക്കിയെന്ന് പറഞ്ഞാണ് ഒരു പ്രധാന കരച്ചിൽ. മറ്റൊന്ന് VD സതീശൻ ഹെലികോപ്റ്ററിൽ പറന്നതാണ്. മത്സ്യത്തൊഴിലാളികളുടെ പഞ്ഞമാസം മുതൽ 10 വർഷത്തിന് ശേഷം കേരളം പവർ കട്ടിലായതുവരെ വിവരിക്കുന്നുണ്ട്. പകർച്ചവ്യാധികൾക്ക് മുമ്പിൽ പതറിപ്പോയത്ര ആരോഗ്യരംഗം. 10 വർഷത്തിന് ശേഷം ആദ്യമായി വിലക്കയറ്റത്തിൽ വലയുന്ന ഒരു ഓണക്കാലമായിരുന്നു പോലും ഇത്. സപ്ലൈകോയികളെല്ലാം നോക്കുകുത്തികളായിരിക്കുന്നു. KSRTCയിൽ എവിടേക്കും സൗജന്യ യാത്ര എന്ന വാക്ക് പാഴ്വാക്കാക്കി. ജീവനക്കാരെ സ്ഥലം മാറ്റിയതിനാൽ 3 മരണം സംഭവിച്ചു. 100 ദിവസങ്ങൾ കൊണ്ട് നാട് നീറുമ്പോൾ നാഥനില്ലാക്കളരിയായി പോലും കേരളം. ഇങ്ങനെയൊക്കെയാണ് ഗോവിന്ദൻ മാഷ് വീഡിയോയിലൂടെ പ്രചരിപ്പിക്കുന്നത്. സ്ത്രീകളുടെ സൗജന്യ യാത്ര അനുവദിച്ചാൽ സ്വകാര്യ മേഖല തകരുമെന്ന് പറയുന്നവരാണ് ഇപ്പോൾ ലോകത്തെല്ലാം സൗജന്യമായി സ്ത്രീകളെ കൊണ്ടുപോകണമെന്ന് പറയുന്നത്. പിണറായി വിജയൻ പോയതോടുകൂടി കേരളം അനാഥമായി നെഞ്ചു നീറി കഴിയുകയാണെന്ന് ഗോവിന്ദൻ മാഷ് പറഞ്ഞു വെക്കുന്നു. ഈ പറയുന്ന പിണറായി തന്നെ അനാഥനായി അലയുകയാണിപ്പോൾ. 1000 കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ എന്ന് പാടിക്കൊണ്ട് മകളെ കൊണ്ടുപോകാൻ ഈടി വരുന്നത് നോക്കിയിരിക്കുകയാണ്. പിണറായി വിജയൻ ഭരണത്തിൽ നിന്നും പോയതോടെ ഇനി ഞങ്ങൾ ആരുടെ അടിമയാകുമെന്ന് കരഞ്ഞുകൊണ്ട് CPM-ലെ അടിമവംശവും അന്തങ്ങളും കമ്മികളും കരയുന്നുണ്ടായിരിക്കും. അല്ലാത്ത മനുഷ്യരെല്ലാം ആമോദത്തിലാണ് ഗോവിന്ദ. കാരണഭൂതനും കരുണാമയനുമായ നിങ്ങളുടെ നാഥൻ കാരണം പിടിച്ചുപറിയുമായി ജീവിച്ച കുറേ CPM-കാർക്ക് കുശാലായി ജീവിക്കാൻ കഴിഞ്ഞു 10 വർഷം. അതിൽ വാഴക്കുല ഡോക്ടറേറ്റ് മുതൽ കരിമണൽ മാസപ്പടി വരെ വരും.
എന്തായാലും ഗോവിന്ദൻ മാഷിൻ്റെ ഈ പോസ്റ്റിന് കനത്ത പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വീഡിയോ പോസ്റ്റ് ചെയ്ത് നേരത്തോട് നേരമായപ്പോഴേക്ക് 3500 പേർ ഗോവിന്ദനെ തെറി വിളിച്ചു കഴിഞ്ഞു. പാർട്ടി തോറ്റതിൻ്റെ കാരണം അന്വേഷിച്ച് ആപ്പ് വഴി പ്രതികരണങ്ങൾ തേടിയ പാർട്ടിയോടും ഗോവിന്ദനോടും ഒന്ന് പറയട്ടെ, നിങ്ങൾ ഈ AI ടൂൾ ഉപയോഗിച്ച് അത് തരംതിരിക്കാനൊന്നും പോകേണ്ട കാര്യമേ ഇല്ല. ഗോവിന്ദൻ്റെ ഈ പോസ്റ്റിന് താഴെ വന്ന കമൻറ്റുകൾ മാത്രം പാർട്ടിക്കാരെങ്കിലും ഒന്ന് ഗോവിന്ദനെ വായിച്ച് കേൾപ്പിക്കണം. ഇത്രയൊക്കെ വലിയ ഒരു വീഴ്ച പറ്റി എല്ല് നുറങ്ങി നിലംപരിശായി കിടന്നിട്ടും ഈ ഗോവിന്ദന് മനുഷ്യനോടുള്ള പുച്ഛത്തിന് വല്ല കുറവുമുണ്ടോ? ഒരർത്ഥത്തിൽ ഗോവിന്ദൻ്റെ നാക്കിന് എല്ലുണ്ടായിരുന്നെങ്കിൽ അതുപോലും ഒടിഞ്ഞു നുറുങ്ങി തരിപ്പണമാകുമായിരുന്നു ഈ വീഴ്ചയിൽ. ആരോടൊക്കെയോ ഉള്ളൊരു വലിയ പകയുണ്ട് ഈ ഗോവിന്ദൻ മാഷിന്. അധികാരത്തിന് പുറത്തു പോകുമ്പോഴെങ്കിലും ഈ പാർട്ടിക്ക് ജനങ്ങളോടുള്ള പരപുച്ഛവും അഭ്യസൂയയും കുറയുമെന്നും ഇവർ മര്യാദ പഠിക്കുമെന്നും പാവങ്ങൾ ജനങ്ങൾ ധരിച്ചു പോയി. അവിടെ അവർക്ക് പിന്നെയും തെറ്റി. പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഈ പാർട്ടിയെ അവഹേളിക്കാൻ കാരണക്കാരാകുന്ന ആ സൈബർ ടീം ഏതായിരിക്കും? ഇപ്പോഴും ഇതിനെ നയിക്കുന്നത് രാഘവൻ്റെ മകൻ കിണറ്റിലിറങ്ങി നികേഷ് ആയിരിക്കുമോ? ഒരർത്ഥത്തിൽ ഗോവിന്ദൻ ശരിക്കും ഒന്ന് ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു. സ്വന്തം ഭാര്യയെ ജന്മനാട്ടിൽ ജയിപ്പിക്കാൻ കഴിയാത്തൊരു പാർട്ടി സെക്രട്ടറി ഈ പദവിയിൽ ഇരിക്കാൻ അർഹനാണോ? അപ്പോഴും ഒരു മറുചോദ്യം വരും. സ്വന്തം പ്രസ്ഥാനത്തെ 10 വർഷം ഭരിച്ച് പടുകുഴിയിലാക്കിയ പിണറായി വിജയൻ ഇപ്പോഴും പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്നു. പിന്നല്ലേ ഗോവിന്ദൻ്റെ ശ്യാമളവധം? അല്ല, ഇനി മാഷിനോടൊരു സ്വകാര്യമായ ചോദ്യം. VD സതീശൻ സർക്കാർ 100-ാം ദിവസം തികച്ചപ്പോഴേക്കും ഓണം അങ്ങ് പോയി. അല്ല, ഇനി മാഷിനോട് സ്വകാര്യമായൊരു ചോദ്യം. VD സതീശൻ്റെ സർക്കാർ 100-ാം ദിവസം തികച്ചപ്പോഴേക്കും ഓണം ഇങ്ങ് വന്നു. ഇത്തവണത്തെ ഓണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു മാഷേ? അപ്പക്കച്ചവടമൊക്കെ ഉഷാറായിട്ട് നടന്നായിരുന്നോ? വലിയ കുട്ട നിറയെ അപ്പവുമായി കൂറ്റനാട്ട് പോയെങ്കിൽ ശരിക്കും വിറ്റിട്ടുണ്ടാകും. ജനങ്ങളുടെ മുഴുവൻ കയ്യിൽ കാശുള്ളത് കൊണ്ട് ഗോവിന്ദൻ്റെ അപ്പക്കച്ചവടം പൊടി പൊടിച്ചിട്ടിരിക്കുകയാണ്. കൻ്റോൺമെൻറ്റ് ഹൗസിലിരിക്കുന്ന കാർന്നോര് തിരുവോണ സദ്യ ഉണ്ണാനെങ്കിലും ഗോവിന്ദനെ അങ്ങോട്ടൊന്ന് ക്ഷണിച്ചായിരുന്നു. ചെന്നിരുന്നെങ്കിൽ ഒരു കോടിമുണ്ടും വെറ്റേമാനും തന്ന് വീണമോൾ സ്വീകരിക്കുമായിരുന്നു. കൊച്ചുകുട്ടികൾ കുറ്റം ചെയ്താൽ കോലം മിഠായി എന്ന് ഇന്നസെൻ്റ് പാടിയതുപോലെ കോടികളുണ്ടാക്കി പാർട്ടിയെ കുഴിയിലാക്കിയിട്ടും വീണമോൾക്ക് പിന്നാലെ ന്യായീകരണത്തിൻ്റെ കോലുമിഠായിയും നീട്ടിക്കൊണ്ട് നടക്കുകയാണ് ഗോവിന്ദൻ ഇപ്പോഴും. സതീശൻ സർക്കാർ ഒന്നും തന്നില്ലെങ്കിലും വേണ്ടില്ല, ഈ ഓണത്തിരക്കിനിടയിലേക്ക് ആ 51 വണ്ടി രാജാവ് എഴുന്നള്ളി വരുന്നതിൻ്റെ ദുരവസ്ഥ അനുഭവിക്കേണ്ടി വന്നില്ലല്ലോ. ആ ദുർമുഖം ഒഴിഞ്ഞു പോയപ്പോൾ തന്നെ ജനങ്ങളുടെ മനസ്സിൽ ഓണനിലാവ് പരന്നു. പ്രളയവും നിപ്പയുമൊക്കെ ആളുമാറി വന്നതാണ്. പിണറായിക്കാലം പോയി എന്ന് മനസ്സിലാക്കിയപ്പോഴേയും അത് രണ്ടും ഒഴിഞ്ഞുപോയി. യാഥാർത്ഥ്യങ്ങളെല്ലാം മനസ്സിലായിട്ടും ഒഴിഞ്ഞു പോകാതെ പിടിച്ചു നിൽക്കാൻ നമുക്കൊരു പ്രതിപക്ഷ നേതാവും പാർട്ടി സെക്രട്ടറിയും ഉണ്ടല്ലോ. തിരുപ്പതിയായി.